മറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി ആകെ സങ്കടത്തിലായിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാന്ദ്രയെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് നിധി തീരുമാനിക്കുന്നത്. അങ്ങനെ നിധി സാന്ദ്രയെ കോൾ ചെയ്യാണ്. പക്ഷേ പുതിയ നമ്പറിൽ നിന്നുള്ള കോൾ ആയതുകൊണ്ട് തന്നെ സാന്ദ്രക്ക് അത് ആരാണെന്ന് ആദ്യം പിടികിട്ടിയില്ല. പിന്നീട് നിധി തന്നെ പറഞ്ഞു, സാന്ദ്രജി ഇത് ഞാനാണ്, നിധിയാണ്. നീയാണോ? നീ എന്താടി ഇപ്പൊ വിളിച്ചത്? ഇത് ഏത് നമ്പറായെന്നൊക്കെ ചോദിക്കാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ പഴയ ഫോണും സിമ്മൊക്കെ പോയി, ഇത് പുതിയത് എടുത്തതാണ്. നീ എന്തിനാ ഇപ്പൊ വിളിച്ചത് എന്ന് സാന്ദ്ര തിരക്കിയപ്പോൾ നിധി പതുക്കെ പറഞ്ഞു, ചേച്ചി എനിക്കൊരു ഹെൽപ്പ് വേണം. ഹെൽപ്പോ? ഞാൻ ഇനി നിനക്ക് എന്ത് ചെയ്യാനാണ് ദൈവമേ, ഇനി എന്താവുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ സാന്ദ്ര ആകെ വേവലാതിപ്പെട്ടു. നിനക്കറിയാലോ, നീ ഇവിടെ നിന്ന് പോയതിൽ പിന്നെ ഇവിടെ എന്തൊക്കെ പുകലുകളാണ് ഉണ്ടായത് എന്ന്. നീ വിളിച്ച കാര്യമെങ്ങാനും ഞാൻ ഈ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെയും കൂടി ഇവിടെ നിന്ന് പടിയറച്ച് പിണ്ടം വെക്കും. അത് പോരാഞ്ഞിട്ട് അരുണേട്ടതാ പുറത്തുണ്ട്. ഇപ്പൊ എങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ അതോടെ തീർന്നു എൻ്റെ ഇവിടുത്തെ ജീവിതം. അന്നേരം നിധി പറഞ്ഞൊരു, ചേച്ചി പ്ലീസ്, ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചോളാം. പക്ഷേ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം, ഒരേ ഒരു ഉപകാരം മാത്രം. ഞാൻ അന്ന് ധൃതിയിൽ ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ ആധാർ കാർഡും ഐഡിയും ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അലമാരയിലുണ്ട്. ചേച്ചി അതൊന്ന് എടുത്തു തരാൻ പറ്റുമോ? നിധി ചോദിച്ചു. എൻ്റെ ഭഗവാനെ, ഞാനിത് എന്തായി കേൾക്കുന്നത്? അതൊക്കെ ഞാൻ എടുത്തു തരാനോ? നിന്റെ അൽമാരയുടെ താക്കോലൊന്നും ഇപ്പോൾ അച്ഛൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് ഞാൻ എടുത്തു തന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല നിധി. ചേച്ചി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് നിധി പറയുന്ന നേരത്താണ് പെട്ടെന്ന് അരുൺ അങ്ങോട്ടേക്ക് വന്നത്. ആരാ ഫോണിൽ എന്നൊരൊറ്റ ചോദ്യമായിരിക്കും. തൻ്റെ ചേട്ടൻ്റെ ആ ഒരൊച്ച കേട്ടപ്പോൾ തന്നെ നിധിയുടെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി. എത്ര കാലമായി ആ ഒരു ശബ്ദം കേട്ടിട്ട്. അപ്പോഴേക്കും സാന്ദ്ര പേടിച്ച് വിറച്ച് പറഞ്ഞു, അത് പിന്നെ അരുണേട്ട എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയും. ഏത് ഫ്രണ്ട്? ഫോൺ ഇങ്ങോട്ടേക്ക് തരാൻ പറഞ്ഞ കൊടുത്തിനെ അരുൺ പെട്ടെന്ന് ഫോണ് തട്ടിപ്പറിച്ച് സാന്ദ്രയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. എന്നിട്ട് ഹലോ എന്ന് പറയുന്നു. അന്നേരം നിധി ആകെ വെപ്രാളത്തിലായി. ഒടുവിൽ വിറക്കുന്ന ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, ചേട്ടാ ഇത് ഞാനാണ്, നിധിയാണെന്ന്. നിധിയോ? ഏത് നിധി? നിധിയാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് മേലാൽ ഇനി ഇങ്ങോട്ടേക്ക് വിളിച്ചേകരുത്. നീ എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത്? സ്വന്തം ഇഷ്ടപ്രകാരം ഏതോ ഒരു ഡ്രൈവറുടെ കൂടെ ഇവിടെ നിന്നും ഒളിച്ചോടി പോയതല്ലേ നീയെ? ഈ കുടുംബത്തിന്റെ മൊത്തം നാണം നീ കെടുത്തി. പോരാഞ്ഞിട്ട് വീണ്ടും നമ്മളെയൊക്കെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് നീ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? ചേട്ടാ പ്ലീസ് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ ആരെയും നാണം കെടുത്തിയിട്ടൊന്നുമില്ല. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്ത് വഴി? ഒരു ഡ്രൈവറുടെ കൂടെ പോയി എല്ലാവരെയും നാണം കെടുത്തിയപ്പോൾ നിനക്കിപ്പോൾ സമാധാനമായില്ലേ? നീ കുടുംബത്തെക്കുറിച്ചോ അച്ഛനമ്മമാരെക്കുറിച്ചോ ഞങ്ങളെക്കുറിച്ചൊക്കെ വല്ലതും ചിന്തിച്ചോ? എന്നിട്ടിപ്പോൾ ചേട്ടനാണെന്ന് പറഞ്ഞു വിളിക്കുന്നു. മേലാൻ ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട. ചേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയെന്ന് നിധി കരഞ്ഞുകൊണ്ട് പറഞ്ഞുവെങ്കിലും നിന്റെ ഒരു കാര്യം ഇനി കേൾക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അരുൺ കോള് കട്ട് ചെയ്തു. നിധിക്കന്നേരം ആകെ സങ്കടമായി. അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പുറത്ത് അരുൺ സാന്ദ്രയോട് ചോദിച്ചു, നീ എന്തിനാടി ആ കോൾ എടുത്തത്? അതറിയണേട്ടാ, പുതിയ നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ അതാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് സാന്ദ്ര പറഞ്ഞു. എന്നിട്ട് അവൾ എന്താണ് പറഞ്ഞത് എന്ന് അരുൺ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ലെന്ന് സാന്ദ്ര ഒഴിഞ്ഞു മാറിക്കൊണ്ട് തന്നെ മറുപടി നൽകി. പക്ഷേ അരുൺ വിട്ടില്ല. അവളുടെ സർട്ടിഫിക്കറ്റ്സും ഐഡി പ്രൂഫും കാര്യങ്ങളൊക്കെ ഇവിടെ. നീ എങ്ങാനും ഇനി അത് എടുത്തു കൊടുത്താലുണ്ടല്ലോ, നീ വെറുതെ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടോ അരുൺ അവിടെ നിന്നും പോകുന്നത്. സാന്ദ്രക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലും കളിച്ചാൽ തൻ്റെ കാര്യം ഒരു തീരുമാനമാവുമെന്ന്. കുറച്ചു കഴിഞ്ഞ് സുധീഷ് നിധിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് ഞെട്ടിപ്പോയി. ഇതെന്താ പറ്റി? നീ എന്തിനായി കരയുന്നത് എന്ന് ചോദിക്കാണ് സുധീഷ്. ഒന്നുമില്ലെന്ന് നിധി പറഞ്ഞുവെങ്കിലും ഇല്ല, എന്തോ കാര്യമായിട്ടുണ്ട്. ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് സുധീഷ് ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞില്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ പിന്നെന്തിനാ നീ ഇങ്ങനെ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ ഈ പുതിയ ഫോണ് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ സാന്ദ്രേച്ചിയെ ഒന്ന് വിളിച്ചിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലേ ഉള്ളത്, അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. കൊറിയർ അയച്ചാലും മതിയെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം തന്നെ അരുണേട്ടൻ അങ്ങോട്ടേക്ക് വന്ന് ഞാനാണ് ഫോണിലെന്നറിഞ്ഞപ്പോഴേക്കും എന്നെ ഒരുപാടധികം ചീത്ത പറഞ്ഞു. ഓ അതാണോ കാര്യം? അതൊന്നും നീ ഓർത്തിട്ട് വിഷമിക്കേണ്ട നിധി. സുധീഷ് അവളെ സമാധാനിപ്പിച്ചു. ഇപ്പോൾ വിളിക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന് സുധീഷ് പറഞ്ഞു. എന്നാലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സുധീഷേ. ആ സർട്ടിഫിക്കറ്റ്സ് എങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലെങ്കിലും പോയി നിൽക്കാമായിരുന്നു എന്ന് നിധി പറഞ്ഞു. സുധീഷിൻ്റെ ഉള്ളിൽ അപ്പോൾ വേറെ ചിന്തയായിരുന്നു. ആധാർ കാർഡ് കിട്ടിയാൽ ഇവൾ ഹോസ്റ്റലിലേക്ക് പോവും. അപ്പോൾ തനിക്ക് പ്രണയിക്കാൻ പറ്റില്ല. ഇവൾ തൻ്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം, എന്നാലേ അവൾ ഒന്ന് വളച്ചെടുക്കാൻ പറ്റൂ എന്നാണ് സുധീഷ് ചിന്തിക്കുന്നത്. സുധീഷ് പറയുന്നുണ്ട്, സങ്കടപ്പെടേണ്ട. അങ്ങനെ അവൾ ആശ്വസിപ്പിച്ചു. വെറുതെ ഇങ്ങനെ കരഞ്ഞാൽ മനസ്സിന് വിഷമം കൂടുമെന്നും അവൻ പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒന്ന് പുറത്തു പോയാലോ എന്ന് സുധീഷ് ചോദിച്ചു. ഈ നേരത്തോ എന്ന് നിധി ചോദിച്ചപ്പോൾ അതെ, അപ്പോഴേ മനസ്സിനൊരു റിലാക്സേഷനൊക്കെ കിട്ടുള്ളൂ. നമുക്കൊന്ന് ചുറ്റിയടിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ആകെ മനസ്സിൽ അസ്വസ്ഥമായിരിക്കുന്ന നിധി ഒടുവിൽ അതിന് സമ്മതിച്ചു. അവൾ റെഡിയായി മുറ്റത്തേക്ക് ചെന്നു. അവിടെ ബൈക്കിലിരിക്കുന്ന സുധീഷിനെ കണ്ട് അവൾ ചോദിച്ചു, ഇതെന്താ ബൈക്കോ? കാർ എവിടെ?
കാറ് ഷെഡിലിട്ടിരിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് എടുത്തിട്ടില്ല, നമുക്ക് ബൈക്കിൽ പോവാമെന്ന് അവൻ പറഞ്ഞു. ബൈക്കിൽ പോവാൻ പേടിയാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഇപ്പൊ പഴയ കാലമൊന്നുമല്ലല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ ഈ നേരത്ത് പുറത്ത് ചുറ്റിയടിക്കാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ മനസ്സിലെ വിഷമമൊക്കെ മാറുമെന്ന് എനിക്ക് അനുഭവമുണ്ട് എന്നവൻ പറഞ്ഞു. സത്യമാണോ എന്ന് നിധി ചോദിച്ചപ്പോൾ പിന്നല്ലേ എന്ന് പറഞ്ഞ് അവൻ അവളെയും കയറ്റി. നിധി ആദ്യമൊന്ന് മടിച്ചുവെങ്കിലും പിന്നെ കയറിയിരുന്നു. ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് അവൾ ഇരുന്നത്. ഇങ്ങനെ ഇരുന്നാ എങ്ങനെയാ ശരിയാവുന്നത്? വട്ടം ഇരുന്നൂടെ? ഇല്ലെങ്കിൽ ഉരുണ്ട് മറിഞ്ഞ് വീണാലോ എന്ന് സുധീഷ് ചോദിച്ചു. ഏയ് അതൊന്നും വേണ്ട, വട്ടം ഇരുന്ന വണ്ടി എങ്ങാനും മറിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിൽ ചാടി ഇറങ്ങാമല്ലോ എന്ന് നിധി പറഞ്ഞു. സുധീഷ് പിന്നെ ഒന്നും മിണ്ടിയില്ല. അവന്റെ ആഗ്രഹം അവൾ തന്റെ പിന്നിലിരുന്ന് കൈ പിടിച്ച് യാത്ര ചെയ്യണമെന്നായിരുന്നു. എങ്കിലും അവൾ വണ്ടിയിൽ കയറിയല്ലോ എന്ന സന്തോഷത്തിൽ അവർ അവിടെ നിന്നും പോയി. അങ്ങനെ കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴെങ്ങനെയുണ്ട്? മൈൻഡൊക്കെ ഇന്ന് ഫ്രീ ആയോ എന്ന്. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലെന്ന് അവൾ മറുപടി പറഞ്ഞു. ആ അതാ പറഞ്ഞത്, മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഇതങ്ങ് ഒഴിവാക്കണം, അതിൽ നിന്നും മാറി നടക്കണം. അവർ അങ്ങനെ ഒരു ബീച്ചിലേക്ക് പോയി. കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസ് വന്നത്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്ന് ചോദിച്ചു. അതേയെന്ന് അവർ മറുപടി പറഞ്ഞു. ഇവിടെ അധിക സമയമൊന്നും ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോയി. പിന്നീട് സുധീഷ് ചോദിച്ചു, അതെ നമുക്കൊരു തട്ടുകടയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ എന്ന്. എനിക്ക് വിശപ്പില്ല എന്ന് നിധി പറഞ്ഞുവെങ്കിലും വലുതായിട്ടൊന്നും വേണ്ട, നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നും അവൻ നിർബന്ധിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ സുധീഷ് കളിയാക്കി പറഞ്ഞു, ഓ വിശപ്പില്ലെന്ന് പറഞ്ഞിട്ട് ആളിപ്പം നന്നായിട്ട് അടിക്കുന്നുണ്ടല്ലോ. ആ അത് പിന്നെ ഇപ്പൊ എനിക്ക് നല്ല വിശപ്പ് തോന്നിയെന്ന് നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഒത്തിരി നേരം സന്തോഷത്തോടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നത്. നിധിയുടെ മനസ്സിലെ ഭാരമൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ നിധി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സുധീഷ് അവിടെ ഭയങ്കര പണിയിലാണ്. സുഭാഷേട്ടാ ഞാനും സഹായിക്കാമെന്ന് നിധി പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞ് സുഭാഷ് പറഞ്ഞിരുന്നുണ്ട്. ഒരു പെണ്ണായിട്ട് താൻ ഇവിടെ ഉണ്ടായിട്ടും സുഭാഷേട്ടൻ തനിച്ചിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നിധിക്ക് ആകെ വിഷമമായിരുന്നു. ബാക്കിയുള്ളവർ ആരും തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. മിക്സിയുടെ ജാറിൽ തേങ്ങ വെച്ചിരിക്കുന്നത് കണ്ട് ഇത് അരക്കാനുള്ളതാണോ എന്ന് നിധി ചോദിച്ചു. അതെ എന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ ഞാൻ അരക്കാമെന്ന് നിധി പറഞ്ഞു. ആ നേരത്ത് കുക്കർ വിസിലടിച്ചപ്പോൾ സുഭാഷ് ഓടിച്ചെന്നിട്ട് അതങ്ങ് താഴ്ത്തിവിട്ടു. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിധി അമ്പരന്നു. തേങ്ങ അരക്കാൻ പോയ നിധിയെ തടഞ്ഞ് സുഭാഷ് പറഞ്ഞു, ഇപ്പൊ വേണ്ട, ഇപ്പൊ അരച്ച ആകെ പ്രശ്നമാവും, അവന്മാര് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആകെ ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒരു പാത്രം താഴെ വീണാൽ പോലും എന്നെ ചീത്ത പറയുമെന്നും അവർ ഉറങ്ങുമ്പോൾ ശല്യം ചെയ്യാൻ പാടില്ല എന്നും സുഭാഷ് പറഞ്ഞു. നിധിക്ക് അതൊക്കെ കേട്ട് അത്ഭുതം തോന്നി. സ്വന്തം അനുജന്മാർക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി വെക്കുന്ന സുഭാഷ് ഒരു പെറ്റമ്മയെ പോലെയാണ് പെരുമാറുന്നതെന്ന് അവൾക്ക് തോന്നി. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് നിധി ഓർത്തു. സുഭാഷേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനുജന്മാർക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ സഹിക്കുമോ എന്ന് അവൾ ചോദിച്ചു. ഇല്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് സുഭാഷ് പറഞ്ഞു. എന്നാ ഞാൻ കാരണം അവർക്കൊരു പ്രശ്നമുണ്ടായാൽ സഹിക്കില്ലേ എന്ന് ചോദിച്ച് നിധി പെട്ടെന്ന് തന്നെ അവർ ടാപ്പ് തുറന്ന് കയ്യിൽ വെള്ളം പിടിച്ച്. ഇത് കണ്ട് സുഭാഷ് പേടിച്ചു. നീ എന്തായി കാണിക്കാൻ പോകുന്നത് എന്ന് അവൾ ചോദിച്ചു. ഇപ്പൊ കണ്ടോ എല്ലാത്തിനെയും എഴുന്നേൽപ്പിക്കുന്നത് എന്ന് നിധി പറഞ്ഞു. അയ്യോ വേണ്ട മോളെ, അവരൊന്ന് ഉറങ്ങിക്കോട്ടെ, നേരം വെളുക്കാറായപ്പോഴാ അവർ ഉറങ്ങിയത് എന്ന് സുഭാഷ് പറഞ്ഞു. പക്ഷേ നിധി അതൊന്നും കേട്ടില്ല. കയ്യിലെ വെള്ളം പോയപ്പോൾ അവൾ ഒരു കുപ്പിയിൽ വെള്ളം പിടിച്ചു. സുഭാഷേട്ട് നോക്കിക്കോ എന്നും പറഞ്ഞ് അവൾ ആ ഒരു മൂന്നെണ്ണത്തിന്റെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിച്ചു. എല്ലാവരും ദേഷ്യപ്പെട്ടങ്ങ് ചാടി എഴുന്നേറ്റു. ഹരീഷ് നിധിയെ കണ്ടപ്പോൾ ഒരു ചമ്മലൊക്കെ തോന്നിയെങ്കിലും അവൻ അങ്ങോട്ടേക്ക് മാറി നിന്നു. നികേഷ് ദേഷ്യത്തോടെ ചോദിച്ചു, ഇതെന്ത് പരിപാടിയാ ചേച്ചി കാണിക്കുന്നത്? എടാ സമയം എത്രയായെന്നറിയാമോ? നേരം വെളുത്തു കഴിഞ്ഞാൽ കിടന്നുറങ്ങാനൊന്നും പാടില്ല, മര്യാദക്ക് അവിടെ നിന്നും എഴുന്നേൽക്കാൻ നോക്കുകയെന്ന് നിധി പറഞ്ഞു. സുധീഷ് വീണ്ടും അവിടെ കിടക്കാൻ നോക്കിയപ്പോഴേക്കും നിധി വീണ്ടും വെള്ളം തളിച്ചു. എനിക്ക് ഉറക്കം വന്നില്ല നിധി, 5 മണി കഴിഞ്ഞാണ് കിടന്നത് എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ 5 മണി വരെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചു. നിധി വീണ്ടും അവിടെ കിടക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു എന്ന് സുധീഷ് പറഞ്ഞെങ്കിലും ഓഹോ, ഇനി ഏതായാലും രാത്രിയുള്ള സംസാരമൊന്നും വേണ്ട, നേരം വെളുത്തിട്ട് എഴുന്നേറ്റിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞു. ഇനി 7 മണി കഴിഞ്ഞിട്ടും ആരെങ്കിലും ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നിധി പോകുന്നത്. സുഭാഷിന് ഇതൊക്കെ കണ്ടിട്ട് നല്ല ചിരി വന്നു. സുധീഷ് എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയപ്പോഴേക്കും നിധി തടഞ്ഞു. അതെ, ഈ പായൊക്കെ മടക്കി വെച്ചിട്ട് പോയാൽ മതിയെന്ന് പറയും, അത് സുഭാഷേട്ടൻ ചെയ്തോളുമെന്ന് സുധീഷ് പറഞ്ഞപ്പോൾ അവനവൻ കിടക്കുന്ന പായ അവനൻ തന്നെ മടക്കി വെക്കണമെന്ന് പറയും. ഇത്രയും വലുതായിട്ടും നാണമില്ലേ എല്ലാം ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാനെന്ന് നിധി ചോദിക്കാനേ. ആ ചേട്ടൻ രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്തിട്ടാണ് ജോലിക്ക് പോകുന്നത്, നിങ്ങൾ കഴിക്കാൻ മാത്രം വന്നിരിക്കും, ഒന്ന് സഹായിക്കണമെന്ന് തോന്നാറുണ്ടോ നിങ്ങൾക്ക് എന്ന് അവൾ ചോദിച്ചു. എന്നിട്ട് 3 എണ്ണത്തിനെയും വിളിച്ച് പണി കൊടുത്തു. സുധീഷിന് ചൂല് കൊടുത്തിട്ട് വീട് മുഴുവൻ അടിച്ചു വാരാൻ പറഞ്ഞു. അടിച്ചു വാരാനോ ഞാനോ എന്ന് സുധീഷ് അമ്പരന്നപ്പോൾ പിന്നല്ലാതെ എന്ന് നിധി പറഞ്ഞു. ഹരീഷിനോടും നികേഷിനോടും വീട് മുഴുവൻ വെള്ളമൊഴിച്ച് തുടക്കാനും പറഞ്ഞു. ഞങ്ങളോ എന്ന് അവർ ചോദിച്ചപ്പോൾ മര്യാദക്ക് ചെയ്തോളാനും പറഞ്ഞ് അവൾ അവരെ അവിടെ നിന്നും ഓടിച്ചു. സുഭാഷേട്ടാ എങ്ങനെയുണ്ട്? ഇവരെ നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു എന്ന് നിധി പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല മോളെ.
ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് സുഭാഷ് പറയാണ്. പിന്നീട് നിധി ചോദിക്കുന്നുണ്ട്, ഇവിടെ കോലമിടാറില്ലേ എന്ന്. കോലമോ? അത് ആഘോഷങ്ങൾ ഉള്ളപ്പോഴല്ലേ എന്ന് സുഭാഷ് പറഞ്ഞു. കോലപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞുകൊണ്ടതിന് നിധി അവിടെ മനോഹരമായി ഒരു കോലം വരച്ചു. എല്ലാവർക്കും അത് കണ്ട് വളരെയധികം സന്തോഷമായി. അപ്പോഴാണ് ഭാസ്കരൻ വരുന്നത്. തന്റെ വീട് തന്നെയാണോ ഇത് എന്ന് ഭാസ്കരൻ അത്ഭുതപ്പെട്ടു. അത്രയും വൃത്തിയുണ്ട്. വീടിന് മുന്നിലെ കോലം കണ്ട് അദ്ദേഹം നിന്നു. ബീഡിക്കുറ്റി അവിടെ വലിച്ചെറിയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഓർത്തു, ഇത്രയും വൃത്തിയായി കിടക്കുന്നിടത്തേക്ക് എങ്ങനെയാണ് ഇതിടുന്നത്? അദ്ദേഹം അത് ദൂരത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. സാധാരണ അവിടെയാണ് ചവിട്ടി ഒടിക്കാറുള്ളത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് അത് തോന്നിയില്ല. പിന്നീട് നിധി എല്ലാവരോടും കുളിച്ചു വരാൻ പറഞ്ഞു. അവർ കുളിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നിധി നിലവിളക്ക് അന്വേഷിച്ചു. അവിടെ ഇരിക്കുന്ന ആ ഒരു നിലവിളക്ക് കണ്ട് അത് തേച്ചു മിനിക്കാറില്ലേ? ഇവിടെ നിലവിളക്ക് വെക്കാറില്ലേ എന്ന് അവൾ ചോദിച്ചു. വല്ലപ്പോഴുമേ ഉള്ളൂ എന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ സുധീഷിനെ കൊണ്ട് ആ വിളക്ക് തേച്ച് കഴുകിപ്പിച്ചു. സുധീഷ് വെറുതെ കഴുകിക്കൊണ്ടുവന്നപ്പോൾ പുളിയുമൊക്കെ ഇട്ട് നന്നായി തന്നെ തേച്ചുരച്ച് വെളുപ്പിക്കാൻ തന്നെ നിധി പറഞ്ഞു. സുധീഷിന് അത് നന്നായി തന്നെ അങ്ങനെ ഗത്യന്തരമില്ലാതെ സുധീഷ് അത് നന്നായി തന്നെ തേച്ച് വെളുപ്പിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. നിധി ആ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരി കത്തിച്ചു. സാമ്പ്രാണിയൊക്കെ കത്തിച്ചു പുകച്ചപ്പോൾ വീടാകെ ഒരു നല്ല മണം വന്നു. പുറത്തു നിന്ന് വന്നിരുന്ന ഭാസ്കരനാകെ ഞെട്ടിപ്പോയി. തന്റെ വീട്ടിൽ നിന്ന് തന്നെയാണോ ഈ ഒരു മണം വരുന്നതെന്ന്. പതിവില്ലാതെ ഈ കാര്യങ്ങളെല്ലാം കണ്ട് എല്ലാവർക്കും വലിയൊരു മാറ്റം തോന്നി. പായ അവിടെ എവിടെയെങ്കിലും വിട്ടിരുന്ന പഴയ സ്വഭാവമെല്ലാം മാറി വീടിന് ഒരു ഐശ്വര്യം വന്നതുപോലെ തന്നെ എല്ലാവർക്കും തോന്നി. മാറ്റത്തിന്റെ നാളുകളാണ് ഇനി എല്ലാവർക്കും കാണാൻ പോകുന്നത്. അന്ന് വൈകുന്നേരം നിലവിളിക്ക് തെളിയിച്ച് വീടാകെ സാമ്പ്രാണി പുകച്ചു കഴിഞ്ഞപ്പോൾ ഭാസ്കരന്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നി തുടങ്ങി. സാധാരണ രാത്രിയിൽ മദ്യപിച്ച് ബഹളം വെക്കാറുള്ള അയാൾ അന്ന് നിശബ്ദനായി ഉമ്മറത്തേക്ക് വന്നിരുന്നു. നിധി ഒരു ഗ്ലാസ് ചൂടുചായയുമായി അയാളുടെ അടുത്തേക്ക് വന്നു. അച്ഛാ, ദാ ചായ കുടിക്ക് എന്നവൾ വിളിച്ചപ്പോൾ ഭാസ്കരൻ ഒന്ന് ഞെട്ടി. വർഷങ്ങളായി ആ വീട്ടിൽ കേൾക്കാത്ത ആ വിളി അയാളുടെ ഉള്ളിലെ കടുപ്പമുള്ള മനസ്സിനെ ഒന്ന് അലിയിച്ചു. അയാൾ ആ ചായ വാങ്ങി പതുക്കെ കുടിച്ചു. ആ സമയം സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. വീടിന്റെ ഈ ശാന്തത അവനും വലിയൊരു ആശ്വാസമായി തോന്നി. പക്ഷേ സുധീഷിന്റെ ഉള്ളിൽ ഇപ്പോഴും നിധിയോടുള്ള ആ ഒരു പ്രണയം ഒരു കനലായി തന്നെ എരിയുന്നുണ്ടായിരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾ നിധി ആ വീടിന്റെ ഓരോ കോണും വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. അവൾ സുഭാഷിനെ അടുക്കളയിൽ നിന്നും പാടെ അങ്ങ് മാറ്റി നിർത്തി. ഏട്ടൻ പണിക്ക് പോകുന്ന ആളല്ലേ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് അവൾ പറഞ്ഞപ്പോൾ സുഭാഷിനുണ്ടായ ആശ്വാസം ചെറുതല്ല. പണ്ട് അമ്മ ഉണ്ടായിരുന്ന കാലത്തെ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ മിന്നി മറഞ്ഞു. ഹരീഷിനെയും നികേഷിനെയും നിധി വെറുതെ വിട്ടില്ല. ഓരോ ദിവസവും അവർക്ക് ഓരോ പണികൾ അവൾ വീതിച്ചു നൽകി. തുടക്കത്തിൽ അവർക്ക് മടിയായിരുന്നുവെങ്കിലും നിധിയുടെ ആജ്ഞകൾക്ക് മുന്നിൽ അവർ വഴങ്ങേണ്ടി വന്നു. തമാശയും കാര്യമായി 4 ചുവരുകൾക്കുള്ളിൽ ചിരിയുടെ ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി. ഇതിനിടയിൽ നിധി തന്റെ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് വീണ്ടും ചിന്തിച്ചു. അരുണേട്ടൻ കാണിച്ച ദേഷ്യം അവൾക്ക് മറക്കാൻ പറ്റിയില്ല. ഒരു ദിവസം സുധീഷ് അവളോട് വന്ന് പറഞ്ഞു, നിധി, നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണം. നീ പേടിക്കണം. സാന്ദ്രേച്ചിയെ കൊണ്ട് പറ്റിയില്ല എങ്കിൽ ഞാൻ തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. സുധീഷിന്റെ ഈ വാക്കുകൾ അവൾക്ക് വലിയൊരു ധൈര്യം നൽകി. പക്ഷേ അരുണിനെ നേരിടുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു ഞായറാഴ്ച രാവിലെ അപ്രതീക്ഷിതമായി വീടിന്റെ ഉമ്മറത്ത് ഒരു ടാക്സി വന്നു നിന്നു. എല്ലാവരും പുറത്തേക്ക് നോക്കിയപ്പോൾ അത് സാന്ദ്രയായിരുന്നു. പേടിച്ച് വിറച്ചാണ് അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത്. അവളുടെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. നിധി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. സാന്ദ്രേച്ചി. നിധി വിതുമ്പിപ്പോയി. സാന്ദ്ര പതുക്കെ പറഞ്ഞു, അരുണേട്ടനും അച്ഛനും പുറത്തു പോയ തക്കത്തിലാണ് മോളെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതാ നിന്റെ സർട്ടിഫിക്കറ്റുകൾ. ഇനി ഇത് നീ ചോദിച്ചങ്ങോട്ടേക്ക് വരണ്ട. അവൾക്കപ്പോഴും വലിയ ദേഷ്യമായിരുന്നു. നിധി ആ ഒരു പൊതി നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്റെ ഭാവിയിലേക്കുള്ള താക്കോലാണ് തന്റെ കയ്യിലിരിക്കുന്നത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. സാന്ദ്ര പോയി കഴിഞ്ഞപ്പോൾ സുധീഷ് നിധിയുടെ അടുത്തേക്ക് വന്നു. ഇനി നിനക്ക് എവിടെ വേണമെങ്കിലും ജോലിക്ക് പോവാൻ നിധി, പക്ഷേ നീ ഞങ്ങളെ വിട്ടു പോകുമോ? സുധീഷിന്റെ ചോദ്യത്തിൽ വല്ലാത്തൊരു ആകുലതയുണ്ടായിരുന്നു. നിധി അവനെ ഒന്ന് നോക്കി. ഈ വീടിന്റെ സ്നേഹം കൊണ്ട് നിറച്ചത് അവളാണ്. ഡ്രൈവറായ സുധീഷിനും അവന്റെ സഹോദരങ്ങൾക്കും അവൾ ഇപ്പോൾ കേവലം ഒരു അഭയാർത്ഥി മാത്രമല്ല, ആ വീടിന്റെ ഐശ്വര്യം തന്നെയായിരുന്നു. നിധി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുധീഷേട്ടാ, ഒളിച്ചോടി വന്നവളാണ് ഞാൻ. എനിക്കിപ്പോ ഈ വീടല്ലാതെ മറ്റൊരു ലോകവുമില്ല. ഇവിടെ ഒരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കുമ്പോഴും ഈ വീടിന്റെ വിളക്ക് കെടാതെ ഞാൻ നോക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ സുഭാഷിനും മറ്റുള്ളവർക്കും വല്ലാത്ത സന്തോഷം തോന്നി. ഭാസ്കരൻ അകത്തിരുന്ന് പതുക്കെ പിറുപിറുക്കുന്നുണ്ട്. മോളെ, നീ വന്നതിൽ പിന്നെയാണ് ഈ വീട് നരകത്തിൽ നിന്നും സ്വർഗമായത്. നീ എവിടെയും പോവണ്ട, ഇത് നിന്റെ വീടാണ്. നിധിയുടെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ താൻ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം തെറ്റായി പോയില്ല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ആ കാറ്റത്തെ കിളിക്കൂട് പതുക്കെ സുരക്ഷിതമായ കൂടായി മാറുകയായിരുന്നു. സ്നേഹവും അച്ചടക്കവും നിറഞ്ഞ ആ വീട്ടിൽ മാറ്റത്തിന്റെ പുതിയ പുലരികൾ ഉദിച്ചുയർന്നു. സുധീഷ് തന്റെ പ്രണയം തുറന്നു പറയാൻ പറ്റിയൊരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. നിധിയാണെങ്കിൽ തന്റെ പുതിയ സ്വപ്നങ്ങളിലേക്ക് ചിറകടിച്ചുയരാൻ വേണ്ടി തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ വരാം. ബൈ.